നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പേജിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള ഈ ആഴ്ചയിലെ കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫെയർ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നോട്ട് എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യുക. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ BCCIയുടെ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് സച്ചിൻ ടെണ്ടുൽക്കർ. 67ാം ഗ്രാമിയിലെ പുരസ്കാര നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത് ബിയോൺസെയാണ്. 67ാം ഗ്രാമിയിലെ പുരസ്കാര നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത്. 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് ഈ പോപ്പ് താരത്തിൻ്റെ അക്കൗണ്ടിലുള്ളത്. ബിയോൺസെയുടെ അക്കൗണ്ടിൽ 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് ഉള്ളത്. ദെൻ അണ്ടർ 19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. അണ്ടർ 19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ കിരീടനേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റിൽ ആനന്ദിനെ ഇർമ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര്. ദെൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാം ദൗത്യം ISRO വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? GSLV F-15. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാം ദൗത്യം ISRO വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? GSLV F-15. ഗതി നിർണ്ണയത്തിനുള്ള NVS-02 ഉപഗ്രഹത്തെ റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചു. അപ്പോൾ NVS-2 എന്ന ഉപഗ്രഹത്തെയാണ് GSLV F-15 വഴി 100ാം വിക്ഷേപണത്തിലൂടെ സാധ്യമാക്കിയത്. ദെൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2024 മികച്ച വനിതാ താരം അമേലിയ കെർ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ 2024 മികച്ച വനിതാ താരം അമേലിയ കെർ. ന്യൂസിലാൻഡ് താരമാണ് അമേലിയ കെർ. ദെൻ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് മികച്ച പുരുഷ താരം. ദെൻ ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആരാണ്? ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സുധാംശു ശുക്ല. നാസ, ISRO, ആക്സിയോം സ്പേസ് എന്നിവയുടെ സംയുക്ത ദൗത്യമായ ആക്സിയോം മിഷൻ 4 AX4ൻ്റെ ഭാഗമായാണ് സുധാംശു ശുക്ലയുടെ യാത്ര. ദെൻ എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം നേപ്പാൾ. എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം നേപ്പാളാണ്. അയർലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ മാർട്ടിൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതി ഒപ്പം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതും പഠനത്തിന് മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. ദെൻ ലോകാരോഗ്യ സംഘടന ഈയിടെ മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ജോർജിയ. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ. മരണാനന്തര ബഹുമതിയായി ഇക്കുറി പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി MT വാസുദേവൻ നായർ. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.